بسم الله والحمد لله والصلاة والسلام على سيدنا رسول الله وبعد. السلام عليكم ورحمة الله. قال صلى الله عليه وآله وسلم اسألوا حوائجكم البت في صلاة الصبح. നിങ്ങളുടെ ദുനിയാവിൻ്റെ ഹാജത്തുകളെ, ആഗ്രഹങ്ങളെ സുബഹി നമസ്കാരത്തിൽ അള്ളാഹുവിനോട് ചോദിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, നമസ്കാരം തന്നെ ഒരു ഏറ്റവും വലിയ സഹായിയാണ്. അതായത് മൂമിൻ ഒരു ദിവസം 5 പ്രാവശ്യം റബ്ബിനോട് നീയാണ് എൻ്റെ റബ്ബെന്നും നിന്നോടാണ് ഞാൻ സഹായം തേടുന്നതെന്നും ചോദിക്കുന്ന ഒരു ഇബാദത്ത് നമസ്കാരം മാത്രമാണ്. നോമ്പിലില്ല, ഹജ്ജിലില്ല, സകാത്തിലില്ല. പാവപ്പെട്ടവനും പണക്കാരനും 5 നേരം റബ്ബിന്റെ സൃഷ്ടാവിന്റെ മുമ്പ് പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യം ചെയ്യും, എന്റെ റൂഹ് ആരുടെ കയ്യിലാണോ ഉള്ളത് അവനെ തന്നെയാണ് സത്യം. അപ്പൊ നമ്മളുടെ ഓരോരുത്തരുടെയും റൂഹ് റബ്ബിന്റെ കയ്യിലാണുള്ളത്. ആ റബ്ബിനോട് ഓരോ ദിവസവും 5 പ്രാവശ്യം മൂമിൻ ഇന്നൽ മുസല്ലി യുനാജി റബ്ബഹു, മൂമിൻ അള്ളാഹുവിനോട് മുനാജാത്ത് ചെയ്യുന്നതാണ്. ആ മുനാജാത്തിൽ ഏറ്റവും നല്ല മുനാജാത്ത് സലാത്ത് സുബ്ഹ്. ശലു ഹവായിജക്കുമുൽ ബത്ത ഫി സലാത്ത് സുബ്ഹ്. നിങ്ങളുടെ ആഗ്രഹങ്ങളെ റബ്ബിനോട് സുബഹിയിൽ ചോദിക്കുക. അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുകൂരിഹ, എൻ്റെ ഉമ്മത്തികൾക്ക് പ്രഭാതത്തിൽ നീ ബർക്കത്ത് ചെയ്യുന്ന നബി സല്ലല്ലാഹു അലൈഹി. എൻ്റെ ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, സുബഹി നമസ്കാരം മൻ സല്ല സലാത്ത സുബ്ഹി ഫഹുവ ഫീ ദിമ്മത്തില്ല. നിങ്ങൾ ബർക്കത്ത് ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങൾ റഹ്മത്ത് ആഗ്രഹിക്കുന്നുവെങ്കിൽ സുബഹി നമസ്കാരം, ആ സുബഹീന്റെ വഖ്ത് എണീറ്റ് നിന്ന് 2 റക്അത്ത് നമസ്കരിച്ച് ആ റബ്ബിനോട് ചോദിക്കൂ. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, സുബഹിക്ക് റബ്ബിന്റെ മുമ്പേ എണീറ്റ് നിന്നവൻ അവൻ അള്ളാഹുവിന്റെ ഹിഫ്ളിലാണ്, അള്ളാഹുവിന്റെ രക്ഷയിലാണ്. ഓരോ ദിവസവും നേരം വിളിക്കുമ്പോ മൂമിൻ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുന്നാര വചനങ്ങളിൽ നിന്നും ലഭിച്ച ആ സമാധാനം സുബഹി നമസ്കാരം കൊണ്ട് നമുക്ക് ലഭിക്കും. സുബഹി നമസ്കാരം ഒരു ബർക്കത്തിന്റെ നമസ്കാരം, ഒരു റഹ്മത്തിന്റെ നമസ്കാരം, ഒരു ആഫിയത്തിന്റെ നമസ്കാരം. സുബഹി നമസ്കരിക്കുന്നവൻ മൻ സല്ലൽ ബർദൈനി ദഖലൽ ജന്ന, സ്വർഗത്തിന്റെ അഹ്ലുകാരുടെ അടയാളത്തിന്റെ നമസ്കാരമാണ് സുബഹി നമസ്കാരം. അതുകൊണ്ട് നിങ്ങളും ഞാനും സുബഹി, നിങ്ങൾ പള്ളി പോയില്ലെങ്കിലും കിടക്കുന്ന സ്ഥലത്തെങ്കിലും എണീറ്റ് 2 റക്അത്ത് നമസ്കരിച്ചുകൊണ്ട് ഒരു ദുആയും നിങ്ങൾ ചെയ്യണ്ട. അതിൽ തന്നെ ഉണ്ട് ദുആ. റബ്ബി ഗഫിർലി, പടച്ചവനെ എനിക്ക് പൊറുത്തുതാ. വർഹംനി, എന്നോട് കാരുണ്യം ചെയ്. വജ്ബിർനി, എനിക്ക് നഷ്ടങ്ങൾക്ക് പരിഹാരം താ. വർഫഅനി, എന്റെ ദറജേതി. വർസുഖ്നി, എനിക്ക് റിസ്ഖിനെത്താ. വഹ്ദിനി, എനിക്ക് ഹിദായത്തിനെത്താ. വാഫിയത്തിനി, വാഫിനി, എന്നെ ദുനിയാവിലും ആഖിറത്തിലും സലാമത്താക്കി റബ്ബേ. വാഫു അന്നി. ഈ ഒരു ദുആ തന്നെ മതിയാവും നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹവും. അതുകൊണ്ട് സുബഹി നമസ്കാരം എൻ്റെ ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, അതൊരു പ്രത്യേക നമസ്കാരമാണ്, ഒരു ബർക്കത്തിന്റെ നമസ്കാരമാണ്. സുബഹിക്ക് എണീറ്റ് അള്ളാഹുവിന്റെ മുമ്പേ നിന്നവന് അന്നത്തെ ദിവസം ഖൈറിന്റെ ദിവസം അള്ളാഹു ഖൈറിലാക്കട്ടെ, ബർക്കത്തിലാക്കട്ടെ, ആഫിയത്തിലാക്കട്ടെ. ഈ കച്ചവടത്തിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇവിടെ ഒരുമിച്ച് കൂടിയവർക്ക് ബർക്കത്ത് ചെയ്യട്ടെ. ആ പുതിയതായിട്ട് തുടങ്ങിയ ഹോട്ടലിലും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നാട്ടിൽ ഭാര്യയ്ക്ക് വേണ്ടിയും മക്കൾക്ക് വേണ്ടിയും മാതാപിതാക്കൾക്ക് വേണ്ടിയും ഗൾഫിൽ പണക്കാരനും പാവപ്പെട്ടവനും വേദനയും രോഗങ്ങളും പ്രയാസങ്ങളും ചുമന്നുകൊണ്ട് അധ്വാനിക്കുമ്പോൾ അള്ളാഹുവേ നീ റഹ്മത്ത് ചെയ്യല്ലാ, നീ ബർക്കത്ത് ചെയ്യല്ലാ, നീ ആഫിയത്തിനെ നൽകല്ല. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹബിഹി വസല്ലം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ബർക്കത്ത് അല്ലാഹ് ഞാൻ കുടിച്ചു നമുക്ക്